ഒരു ക്രിയയും ചെയ്യാതെ ഒരു ഇക്വേഷൻ ഇല്ലാതെ പെട്ടെന്ന് എക്സ് എന്നും എസ് എന്നും എങ്ങനെ എഴുതാം? നമ്മളിതിനു മുമ്പ് എക്സ് എൻ എഴുതുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എക്സ് എന്നും എസ് എന്നും പറയുന്നുണ്ട്. സപ്പോസ് an arithmetic sequence 6, 10, 14 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇതിന്റെ എക്സ് എന്നും എസ് എന്നും പെട്ടെന്ന് തന്നെ പഠിക്കാം. സോ ജസ്റ്റ് എഫ് എഴുതുക. എഫ് 6 ഡി 10 കുറച്ച് കഴിഞ്ഞാൽ 4. ഇനി എക്സ് എൻ എഴുതാം. നമുക്ക് പെട്ടെന്ന് എങ്ങനെ എക്സ് എൻ എഴുതാം? സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു ഡി എത്രയായിരുന്നു? 4 എഴുതി. 4ന്റെ കൂടെ ഒരു എൻ കൊടുത്തു. 4ന്റെ കൂടെ എത്ര കൂട്ടിയാൽ എഫ് ആയ 6 കിട്ടും? 4ന്റെ കൂടെ 2 കൂട്ടിയാലാണ് എത്ര കിട്ടുന്നത്? 6 കിട്ടും. ആ +2 അതിനൂടെ അങ്ങ് എഴുതി കൊടുക്കും. സോ നമുക്കിപ്പോ എന്തായി? എക്സ് എൻ ആയി. ഇനി എസ് എൻ എങ്ങനെ എഴുതാം? സോ എസ് എൻ ഇസ് ഈക്വൽ ടു ഡിയുടെ പകുതി എടുക്കുക. ഡിയുടെ പകുതി 4. 4ന്റെ പകുതി 2. അതിന്റെ കൂടെ എൻ സ്ക്വയർ കൊടുക്കുക. ഇപ്പുറത്തെ എൻ ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ എൻ സ്ക്വയർ കൊടുക്കുക. പ്ലസ് ഈ 2ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 6 കിട്ടും? 2ന്റെ കൂടെ 4 കൂട്ടുമ്പോഴാണ് 6 കിട്ടുന്നത്. സോ 4n. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ് എന്നും എസ് എന്നും എഴുതാം. നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തൊരു അരിത്മെറ്റിക് സീക്വൻസ് 10, 20, 30 എക്സെട്ര എക്സെട്ര എക്സെട്ര. സോ എഫ് ഇസ് ഈക്വൽ ടു എഫ് 10 ഡി 20 10 കുറച്ച 10 തന്നെ. അപ്പൊ എഫും ഡിയും 10 തന്നെ. സോ ആദ്യം എക്സ് എൻ എഴുതണം. സോ എക്സ് എൻ എഴുതണമെങ്കിൽ ആദ്യം എന്തെടുക്കണമായിരുന്നു? നേരത്തെ എടുത്ത പോലെ ഡി എടുക്കുക. ഡി 10. 10ന്റെ കൂടെ എൻ കൊടുത്തു. സോ 10ന്റെ കൂടെ എൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഫ് കിട്ടണം. എഫ് 10 അല്ലേ? 10നോട് എത്ര കൂട്ടിയാലാണ് 10 കിട്ടുന്നത്? 0. സോ അപ്പൊ എക്സ് എൻ ഇസ് ഈക്വൽ ടു 10n. അതിനകത്ത് വേറെ ഒന്നും എഴുതാനില്ല. ഇനി അടുത്തത് എസ് എൻ എഴുതണം. സോ എസ് എൻ ഇസ് ഈക്വൽ ടു ഡിയുടെ പകുതി. ഡി 10 ആയിരുന്നു. 10ന്റെ പകുതി എത്രയാ? 5. അതിനോട് എന്ത് കൊടുക്കണം? എൻ സ്ക്വയർ. ഇനി ഈ 5ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 10 കിട്ടും? എത്ര കൂട്ടിയാൽ കിട്ടും? 5 കൂട്ടിയാൽ കിട്ടും. സോ 5നെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് അതിന്റെ എസ് എൻ എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാതെ എക്സ് എന്നും എസ് എന്നും കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ മെത്തേഡിൽ ഇപ്പോൾ ഒരു പ്രോബ്ലത്തിനകത്ത് എക്സ് എന്നും എസ് എന്നും മാത്രമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു വലിയ പ്രോബ്ലം, ഒരു 3 മാർക്കിന് 4 മാർക്കിന്റെ പ്രോബ്ലം ആണ്, അത് ഏതെങ്കിലും ടേം കണ്ടുപിടിക്കാനോ സം കണ്ടുപിടിക്കാനോ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എക്സ് എന്നും എസ് എന്നും അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അപ്പോഴും നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇപ്പൊ 2 മാർക്കിനോ 3 മാർക്കിനോ എക്സ് എന്നോ എസ് എന്നോ കാണാൻ വേണ്ടി മാത്രം ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യരുത്. ആ ഇക്വേഷൻ സ്റ്റെപ്പ് ഒക്കെ എഴുതി തന്നെ ചെയ്യണം.